പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ടു. കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പൊതുദാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അഭിഷേകമാണ്. നമുക്കറിയാലോ, ഈ സ്വർഗസ്ഥനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോയോട് പറഞ്ഞില്ലേ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത്രയും 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഒന്നും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനയിൽ എടുക്കേണ്ട നിലപാടുകളേ ഉള്ളൂ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചില സമയത്ത് ക്രിസ്തുവിന് സംഭവിച്ച പോലെ പരമപിതാവ് കേൾക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. കേട്ടാൽ നമുക്ക് ഭൗതിക നേട്ടവും ആത്മീയ നഷ്ടവും ഉണ്ടാകും.
അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട, അത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകേണ്ട ആന്തരിക അഭിഷേകമാണ്. ആ ആന്തരിക അഭിഷേകം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയത് എവിടെ വെച്ചാൽ അന്ത്യമായിട്ട്, പിതാവ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഈശോ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സമാന്തരമാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ അത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ട നിലപാടുകളാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ആപ്ലിക്കേഷൻസിലുള്ളത്. അതുകൊണ്ടാണ് ഈശോയുടെ ആ സംതൃപ്തി എന്ന് പറയുന്നത് അഭിഷേക സ്നിഗ്ധമായ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഈ ഐസയ പറയണതില്ലേ, 53:10 പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. യേശയ്യാ 53:11 എന്താ പറയണേ? തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം, അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിന് സമർപ്പിക്കുന്നു പറഞ്ഞുള്ള വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഒരു സംതൃപ്തി ഉണ്ട്. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആഹാരത്തിലൊന്നും അതിനുശേഷമേ അന്ന് വേണ്ട ആഹാരമൊക്കെ കിടക്കണത്. അപ്പം കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഉള്ളത് എന്താണ്? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ അവസ്ഥയല്ല, അതിന് പകരം അഭിഷേകമാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മുഴുവനും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, നീ സ്വർഗ്ഗസ്ഥനായ പിതാവിന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥന മുഴുവനും പ്രാർത്ഥിക്കണത് ഇതിന് പരിശുദ്ധാത്മാവ് നിറയണമേ, ദൈവഹിത നിറവേറ്റാൻ എനിക്ക് അഭിഷേകം തരണമേ എന്നാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഘടകങ്ങളിലെല്ലാം ആ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇതിന് പരിശുദ്ധാത്മ നിറഞ്ഞിട്ട് അഭിഷേകത്തോടെ ഞാൻ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഉള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകത്തിനാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, അത് ദൈവമായിരുന്നു. അതുവഴിയാണ് ഈ ലോകത്തിലെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആ വചനം എന്താണ്? ആ വചനം യേശുക്രിസ്തുവാണ്. ഈസ് ദി ലോർഡ്. യോഹന്നാൻ 1:14 ആ വചന ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മാംസമായി മാറി. അപ്പോൾ എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ പറയാം, ഞാൻ രക്ഷപ്പെട്ടുള്ളതെല്ലാം ബൈബിൾ വെച്ചിട്ടാണ്. എനിക്ക് ഈശോ ആരാണെന്നറിയില്ല, അമ്മയെക്കുറിച്ച് പിന്നെയും അറിയാം. ഹൈന്ദവനായിരുന്നു, അപ്പോൾ അമ്മയെക്കുറിച്ച് അറിയാം. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പെൻ്റെക്കോസ്റ്റാണ്. അവരെല്ലാവർക്കും ബൈബിൾ കൊടുക്കും. എനിക്കൊരു ബൈബിൾ തന്നായിരുന്നു, ചെറിയൊരു ബൈബിൾ. ഇതുപോലത്തെ ഒരു ബൈബിളാണ്, പച്ച കവറുള്ളത്. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുറേ ദിവസം ഞാൻ വെറുതെ വെച്ച് എപ്പോഴൊക്കെയോ എടുത്ത് ഞാനത് വായിച്ചായിരുന്നു. വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് വായിച്ചതൊക്കെ വല്ല സങ്കടമുള്ള സമയത്താണ് വായിച്ചത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വായിക്കുമ്പോഴൊക്കെ എനിക്കത് വലിയ ആശ്വാസമാണ്. എന്നെ ആരൊക്കെയോ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ എന്ത് പ്രശ്നത്തിൽ കൂടി നടന്നു പോവുകയാണോ അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിക്കുക അതിലിരുന്ന്. പിന്നെ എപ്പോഴും ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അത് വായിച്ചാൽ എനിക്ക് വിശ്വാസം വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈസ് ദി ലോർഡ്. കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 ബൈബിൾ ഉറപ്പായിട്ടുണ്ടാകണം. ഓരോരുത്തർക്കും ഓരോ ബൈബിൾ ഉണ്ടാകണം. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം വചനം തന്നെയാണ്, വേറെ ഒന്നുമില്ല. വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൈയും പിടിച്ചാൽ നടക്കണം. ഏത് യാത്രയിൽ പോയാലും എവിടെ പോയാലും, കാറാണെങ്കിൽ കാറിൻ്റെ 4 ഡോറിൽ ഓരോ ബൈബിൾ വെച്ചിട്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈക്കാണെങ്കിൽ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ഒരു ബൈബിൾ ഉണ്ടാകണം. ഹാൻഡ് ബാഗിലെല്ലാം ബൈബിൾ ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു ഉത്കണ്ഠ വരുമ്പോൾ, വേറെ ഒന്നും മൊബൈലൊന്നും എടുക്കേണ്ട, ബൈബിൾ എടുത്തിട്ട് ഒരു പേജ് എടുത്ത് വായിക്കുക. വായിച്ചു നോക്ക്. ഞമ്മക്ക് ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാറില്ല, വചനം നോക്കാറില്ല. ദൈവത്തെയാണ് നിങ്ങൾ തൊടുന്നത്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16, ഹെബ്രിയ 4:12, അത് വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, ഊർജസ്സാണ്. പിന്നെ ഇറ്റ് ഈസ് ആക്റ്റീവാണത്. അതെപ്പോഴും ആക്റ്റീവാണ്. അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയില്ല ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും വചനം. നിങ്ങൾ ഒരു പ്രാവശ്യം വചനം വായിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്തോടെ വായിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിന്നുപോയില്ല. വായിക്കുമ്പോൾ മാത്രമില്ല അതിരിക്കുന്നത്. വചനം നിങ്ങളുടെ മനസ്സിനെ പ്രവർത്തിക്കും.
ഹൃദയത്തിൽ നുഴഞ്ഞു കയറും, ആത്മാവിൽ കയറും, ശരീരത്തിലും കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? മനസ്സിന് സങ്കടമുള്ളപ്പോൾ ഞാൻ ഇന്ന് പറയണം, നിങ്ങൾ ഈ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സങ്കടം ഉൾക്കണ്ട ഉള്ളപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക. വിശ്വാസത്തോടെ വായിക്കണം. ബൈബിൾ തൊടുമ്പോൾ തന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈശോനെ തൊടുന്ന ആ ഒരു വിചാരത്തിൽ വേണം, ആ ഒരു ബോധ്യത്തിൽ വേണം ബൈബിൾ എടുക്കാൻ. വെറുതെ വലിച്ചു കയറി ഇട്ടിട്ട് കാര്യമില്ല. ബൈബിൾ ഉണ്ടാകണം. എപ്പോഴും ഒരു പോക്കറ്റിലൊരു ബൈബിൾ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ബൈബിൾ ഈ കണ്ണാടിക്കകത്ത് പൂട്ടി വയ്ക്കാനുള്ളതുമില്ല. എൻ്റെ ബൈബിളിൽ ചില പേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ ചില സങ്കീർത്തനമൊക്കെ എടുത്തെടുത്ത് കീറിയിട്ടുണ്ടാകും. ലൈറ്റായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ടാകും പേജിൻ്റെ. അതുപോലെയൊക്കെ ഉണ്ടാകണം ബൈബിളിൻ്റെ കളറ് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കളറും മാറും. ബൈബിൾ അഴുക്കാകുമ്പോഴത്തേക്ക് നിങ്ങളെ ജീവിതം വെളുത്തു വരും. പ്രൈസ് ദി ലോർഡ്. അത് ഉറപ്പാണ്. ബൈബിൾ വായിച്ച് അഴുക്കുള്ള ബൈബിൾ ആരുടെ കയ്യിലൊക്കെ ഉണ്ടോ അവരുടെ ജീവിതം വെളുത്തിട്ടുണ്ടാകും. നല്ല പ്രകാശമായിരിക്കും. ബൈബിൾ വെളുപ്പിച്ച് വെച്ചിരിക്കുന്നവരൊക്കെ ജീവിതം കുറച്ച് അഴുക്ക് പറയേണ്ടതായിരിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ എത്രയും കൈകാര്യം ചെയ്യണം. ബൈബിൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇത് ദൈവം വചനം വെച്ചാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനോട് അത്രയും സ്നേഹമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ വചനത്തിൻ്റെ അകത്തുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ പോകാറില്ലേ? ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് അവിടെ മെനു കാർഡ് ഉണ്ടാകും. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അതിൽ ഉണ്ടാകും. അതിന് ഇത്രയും രൂപ, ഇതിന് ഇത്രയും രൂപ, ഇതിന് ഇത്രയും രൂപ. നമ്മൾ ആ മെനു കാർഡ് ഇപ്പം 4 പേര് നമ്മൾ പോയിരുന്ന 4 മെനു കാർഡാണ് ആ വെയിറ്റർ കൊണ്ടുവന്നിട്ട് തരുന്നത്. എന്നിട്ട് നമ്മളാ പറയുന്നത് ഇത് ഇത്രാമത്തത്, ഇത് എനിക്ക് വേണം, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. അത് അപ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ ബില്ല് തരും. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ മെനു കാർഡും യേശുക്രിസ്തു അതിന് ഫുൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുക. ഈ മെനു കാർഡിൽ എമൗണ്ട് ഉണ്ടാകില്ല. അതെല്ലാം ഈശോയുടെ രക്തവും ശരീരവും കൊണ്ട് നമുക്ക് പേ ചെയ്തിരിക്കുക. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോ പേ ചെയ്തിരിക്കുകയാണ്. ബൈബിൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ലഭിക്കും. അപ്പോൾ സങ്കീർത്തനം 1, 2, 3 വായിക്കുമ്പോഴത്തേക്കും രാത്രിയും പകലും വചനം വായിക്കുന്നവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? നീർച്ചാളയിൻ്റെ അടുത്തുള്ള മരം പോലെ ആയിരിക്കും. അതിൻ്റെ ഇല ഒരിക്കലും കരിഞ്ഞു പോകില്ല, എപ്പോഴും പച്ചപ്പായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പച്ചപ്പുണ്ടാകും, സന്തോഷമായിരിക്കും, സമാധാനം ഉണ്ടാകും. എപ്പോഴും ബൈബിൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ മെസ്സേജ് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ സാത്താൻ തോന്നിപ്പിക്കില്ല കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇരുന്ന് സാത്താൻ്റെ പ്രവൃത്തിയെല്ലാം പോകും. സാത്താൻ എന്ന് പറയണത് തിന്മയുടെ ശക്തിക്ക് നിങ്ങളുടെ മുകളിൽ അധികാരം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പല സമയത്തും വചനം വഴികാട്ടിയാണ്. ഇറ്റ്സ് എൻ ഗൈഡ്. അതൊരു പ്രകാശമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് അടുത്ത തീരുമാനം എന്ത് എടുക്കണമെന്ന്
നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വചനം നിങ്ങളെ സഹായിക്കും. സങ്കീർത്തനം 119:105. ഞാൻ ഈ വചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും. ഇത് പലവർക്കും അറിയാത്തതുകൊണ്ട്, അതെന്താണെന്ന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് അനുഭവം കൊണ്ട് പറയുക. വലിയൊരു അനുഭവം, എനിക്ക് കുറേ അനുഭവമുണ്ട്. അതിലൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ദുബായ് ട്രിപ്പ് പോയായിരുന്നു റിസിലോടെ. എൻ്റെ മോൻ ചെറുതെന്ന് പറഞ്ഞാൽ അന്നൊരു 10 വയസ്സുണ്ടാവും, 10-11 വയസ്സ് റിസിലോൺ. അപ്പോൾ അവിടുത്തെ എയർപോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 1 കിലോമീറ്റർ